പനിയും കാലിഴപ്പും നടുഴപ്പും ജലദോഷവും ആകെ വയ്യ. ആശുപത്രിയിൽ പോയി ഭയങ്കര വേദനയും കഴപ്പും. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടു. മരുന്ന് കുത്തിവെച്ചു 2 ഇഞ്ചക്ഷൻ എടുത്ത് ഇപ്പോഴത്തെ പനി വൈറൽ പനിയാണ്, അറിയാം. സൂചിച്ചില്ലെങ്കിൽ എട്ടിന്റെ പനി. എന്തൊക്കെ ചെയ്ത് അവിടെ ചെന്നിട്ട് അവര് ഇഞ്ചക്ഷൻ എടുത്ത് ട്രിപ്പ് ഇട്ട് ആകെ വയ്യ. ക്ഷീണ സംസാരിക്കാൻ വയ്യ, അത്ര വയ്യ. എങ്ങനെയെങ്കിലും വീട്ടിൽ പോയിട്ട് കിടക്കും. പിന്നെ ഈ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചക്ഷൻ എടുത്തു? 3 എണ്ണം. ഈ 3 ഇഞ്ചക്ഷൻ എടുത്തെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം, അവരെടുക്കുന്ന ഒരേ ഒരു ഡോസ് പാരസെറ്റമോളാണ് ഈ 3ആയിട്ട് അവരെടുക്കുന്നത്. ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ മൊത്തം ഈ പാവപ്പെട്ടവരെ പറ്റിക്കുന്നുണ്ട്. ഈ ഒരു ഇഞ്ചക്ഷന് മാക്സിമം പോയാൽ 100-150 രൂപ ബില്ല് വരുന്നതിന് ഇവർ 3 ഡോസ് ആക്കിയിട്ട് ഒന്നിവിടെ ഒന്ന് നടുവിൽ പിന്നെ പോകാൻ നേരത്ത് ഒരെണ്ണം ഒരു ട്രിപ്പ് എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് 10,000-1200 അവർ. അതും പെട്ടെന്ന് അസുഖം മാറും. ആ മാറുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഹൈ ഡോസ് പാരസെറ്റമോളിൻ്റെ ഇഞ്ചക്ഷനാണ് ഈ 3 തവണയായിട്ട് നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ 10 പ്രാവശ്യം പനി വന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കിഡ്നിയുടെ കാര്യം ഏകദേശം തീരും. അല്ലടെ അനിയണ്ണ, ഈ ശരിക്കും പറഞ്ഞാലേ മഹാ തട്ടിപ്പാണ് ഈ ഡോക്ടർമാരും ആശുപത്രി. ഇപ്പൊ ആശുപത്രി എന്ന് പറഞ്ഞാൽ കൂണ് മുളയ്ക്കുന്ന പോലെ ഈ ഏരിയയിലൊക്കെ എത്ര ആശുപത്രികളാണ്, അറിയാം. എന്തൊക്കെ തട്ടിപ്പടിക്കുന്നു എന്ന് പറയുമ്പോ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഡോക്ടർ പഠിക്കണമെങ്കിൽ 1 കോടി ഇറക്കിയിട്ടാണ് പഠിക്കാൻ പോകും. അതൊക്കെ മുതലാക്കണ്ട. പക്ഷെ എന്നാലും ഇതിനെ നമ്മളിത്രയും പറഞ്ഞാലും നമ്മളെ സർക്കാർ ഹോസ്പിറ്റലിലൊക്കെ നല്ല ഡോക്ടർമാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, നല്ല ഡോക്ടർമാരുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹോസ്പിറ്റലിലെ ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഇപ്പം ഒരു വയസ്സായ ഇപ്പം സാധാരണ ഒരു അനുഭവം പറയുന്നു, ഒരു അമ്മ അല്ലെങ്കിൽ നമ്മളെ അമ്മൂമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ മുത്തച്ഛൻ ആരെങ്കിലും മരിക്കാൻ നേരത്ത് അവരെ അവസാനത്തെ നിമിഷമൊക്കെ കൊണ്ടുവന്ന് വെന്റിലേറ്റ് തള്ളേണ്ട ഒരു കാര്യം. നമ്മളെ വീട്ടിൽ വെച്ച് വല്ല കരിക്കും വെള്ളമോ കഞ്ഞോളോ കൊടുത്താൽ അവർ സന്തോഷമായിട്ട് അതും എല്ലാ മക്കളേലും നിന്ന് ഒരേ തുള്ളി വെള്ളവും വാങ്ങിച്ച് കുടിച്ചാൽ. ഇപ്പൊ ഈ വെന്റിലേഷനെയൊക്കെ ആക്കുന്നതിന് എത്ര രൂപ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും കൈ കുടിക്കുക അല്ലെങ്കിൽ